നമസ്കാരം. ഈ വർഷം നാട്ടിൽ T20 ലോകകപ്പ് ഉയർത്തിയതോടെ ടീം ഇന്ത്യയെ കാത്തിരിക്കുന്ന അടുത്ത ചാലഞ്ച് 2027 സൗത്ത് ആഫ്രിക്ക വേദിയാവുന്ന ICC ഏകദിന ലോകകപ്പാണ്. 2011 ശേഷം ഒരു ഏകദിന ലോക കിരീടം പോലും ഇല്ലെന്ന ക്ഷീണം തീർക്കാൻ വേണ്ടി ഇന്ത്യക്ക് ലഭിക്കുന്ന അവസരമായിരിക്കും ഇത്. 2023 കപ്പിനും ചുണ്ടിനുമിടയിലാണ് ട്രോഫി വഴുതിപ്പോയത് എന്നൊരു പറച്ചിലുണ്ട്. അടുത്ത തവണ ശുഭ്മൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ഈ നിരാശ മായ്ക്കാനും അവസരമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. പക്ഷെ അതത്ര എളുപ്പമായിരിക്കില്ല. ഏറ്റവും മികച്ച കളി തന്നെ ഇന്ത്യക്ക് പുറത്തിറക്കേണ്ടി വരും. ലോകകപ്പിലെ ഇന്ത്യൻ സ്ക്വാഡിനെ കുറിച്ചുള്ള ഏറെക്കുറെ വ്യക്തമായെന്നുള്ള കാര്യം തന്നെ പറയാം. ചില താരങ്ങളുടെ കാര്യത്തിൽ മാത്രമേ സംശയം ബാക്കിയുള്ളൂ. നിലവിൽ T20 ടീമിന്റെ ഭാഗമായിട്ടുള്ള 11 കളിക്കാരാണ് അടുത്ത ഏകദിനത്തിലും ലോകകപ്പിലും സീറ്റ് ഉറപ്പാക്കിയിട്ടുള്ളത്. അവർ ആരൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്ന കാര്യം. അടുത്ത വർഷത്തെ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യയുടെ 15-അംഗ സ്ക്വാഡിൽ സ്ഥാനമുറപ്പായ T20 ടീമിലെ താരങ്ങൾ ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, ഹർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരാണ്. ഇവരിൽ ശ്രേയസ് കുറച്ചു കാലമായി ഇന്ത്യൻ T20 പ്ലാനുകളുടെ ഭാഗമായിരുന്നില്ല. 2023 ഡിസംബർ 3 ഓസ്ട്രേലിയയുമായുള്ള T20യിൽ കളിച്ച ശേഷം ഒരു മത്സരം പോലും കളിക്കുകയും ചെയ്തിട്ടില്ല. എന്നാൽ അടുത്തിടെ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി ടീമിലേക്ക് മാസ് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ശ്രേയസ്. കഴിഞ്ഞ വർഷം ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനായും അദ്ദേഹം നിയമിക്കപ്പെടുകയും ചെയ്തിരുന്നു. ശ്രേയസിനെ പോലെ ഏകദിന ടീമിലേക്ക് നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വിളിക്കപ്പെട്ടയാളാണ് ഇഷാൻ കിഷൻ. 2023 ഒക്ടോബർ 11 ശേഷം അദ്ദേഹം ഏകദിനം കളിച്ചിട്ടുമില്ല. എന്നാൽ അഫ്ഗാനിസ്ഥാനുമായി ശനിയാഴ്ച തുടങ്ങാനിരിക്കുന്ന ഏകദിന പരമ്പരയിലൂടെയാണ് ഇഷാൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. T20യിലേക്കും ഈ വർഷം രണ്ടാം വരവ് നടത്തിയ അദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ സ്ഥാനം ഭദ്രമാക്കിയിരിക്കുകയാണ്. അടുത്ത ഏകദിന ലോകകപ്പിലും തനിക്ക് അവസരം കിട്ടുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാകും ഇഷാൻ ഉണ്ടാകുക. എന്നാൽ ഹർദിക് മുതൽ കുൽദീപ് വരെ മറ്റു താരങ്ങളെ T20ക്കൊപ്പം ഏകദിനത്തിലും സജീവ സാന്നിധ്യമാണ്. പരിക്കുകളോ ഇനിയുള്ള മാസങ്ങളിൽ ഫോമിൽ അസാധാരണ ഇടിവുണ്ടായാൽ മാത്രമേ ഈ 11 പേരിൽ ചിലർക്ക് ലോകകപ്പ് സ്ക്വാഡിൽ സ്ഥാനം നഷ്ടമാവാനിടയുള്ളൂ. അല്ലെങ്കിൽ പ്ലേയിങ് 11-ലോ അല്ലെങ്കിൽ ബെഞ്ചിലോ ഇവരെയെല്ലാം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാമെന്ന് പറയുന്നു. T20 താരങ്ങളുടെ ഈ ലിസ്റ്റിൽ പെടാത്ത എന്നാൽ ഏകദിന ലോകകപ്പിൽ വേണമെന്ന ആരാധകരിൽ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സഞ്ജു തന്നെയാണ്. മലയാളി സൂപ്പർ താരം സഞ്ജുവിന്റെ പേര് എല്ലായിടത്തും കേൾക്കാം. T20യിൽ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പർ റോളുകൾ തന്നെ സ്വന്തം പേരിൽ ഉറപ്പാക്കിയെങ്കിലും ഏകദിനത്തിൽ അദ്ദേഹം പടിക്ക് പുറത്താണ്. 2023 സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിനത്തിൽ കന്നി സെഞ്ചുറി കുറിക്കുകയും ഇന്ത്യ ജയിച്ചപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്ത ശേഷം സഞ്ജുവിനെ കളിപ്പിച്ചിട്ടില്ല. ഇതാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഞ്ജുവിനെ കുറിച്ചുള്ള വാർത്തകൾ ഓരോ തവണ വരുമ്പോഴും ആരാധകർ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ഇത്രമാത്രം എടുത്തു പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ കേൾക്കുമ്പോൾ അത്രമാത്രം സന്തോഷമാണ് ആരാധകർക്കും തോന്നുന്നത് എന്നുകൂടിയാണ് പ്രതീക്ഷിക്കുന്നത്.